ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ ചോദിച്ചിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോർഷൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡെസിമൽ നമ്പർ ഈസ് ഇക്വലന്റ് ടു ബൈനറി നമ്പർ 11110? ഇവിടെ ചോദിച്ചിരിക്കുന്നത് 11110 എന്ന് പറയുന്നത് ഒരു ബൈനറി നമ്പർ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ബൈനറി ടു ഡെസിമൽ എന്ന് പറയുന്നത് കൺവേർഷൻ ചെയ്യുന്നത് പൊസിഷണൽ വെയിറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഓരോ പൊസിഷനിലെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനൊരു എളുപ്പമാർഗം എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഓരോ പൊസിഷന്റെയും വെയിറ്റ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓരോ പൊസിഷന്റെയും ബൈനറിയിലുള്ള വെയിറ്റ് എന്തായിരിക്കും? 1, 2, 4, 8, 16, 32, 64, 128, 256 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ 0 എന്നുള്ള പൊസിഷനിൽ വരുന്ന പൊസിഷണൽ വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഓൾറെഡി 0 ആയി പോകും. ബാക്കി 1, 1, 1 എന്നുള്ള നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ്സ് നോക്കുക. ഇവിടെ വരുന്നത് 2 + 4 + 8 + 16 വരും. ഇതിന്റെ ആൻസർ ആയിട്ട് അപ്പോൾ വരുന്നത് 30 ആണ്. ഇവിടെ ഓപ്ഷൻ സി 30 ആണ് ഈ ബൈനറി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെസിമൽ ഇക്വലന്റ് ഓഫ് 11011.01. ഈ നമ്പറിന്റെ ഡെസിമൽ ഇക്വലന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെസിമൽ പോയിന്റിന് മുന്നേ ഉള്ള നമ്പേഴ്സിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് പൊസിഷണൽ വെയിറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ 11011 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ്സ് ഏതൊക്കെയാണ്? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തുടങ്ങുമ്പോൾ പൊസിഷണൽ വെയിറ്റ്സ് 1, then 2, then 4, then 8, then 16. ഇത്രയാണ്. ഇവിടെ നമുക്കറിയാം 0 വരുന്ന പൊസിഷനിലെ വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ 4ന്റെ ആവശ്യമില്ല. അതിന് പകരം 16 + 8 + 2 + 1 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത് 27 ആണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പറയേണ്ടത് 0.01 എന്ന് പറയുന്നതിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്കറിയാം ഇത് ചെയ്യുന്നത് 0 ഇൻറ്റു ഇവിടെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറിയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 2⁻⁻1 + 1 ഇൻറ്റു 2⁻⁻2 ഇങ്ങനെയാണ് വരുന്നത്. 2⁻2 എന്ന് പറയുന്നത് നമുക്കറിയാം 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ആണ്. നമുക്കപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 27 + 0.25. ആൻസർ എന്ന് പറയുന്നത് 27.25 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 27.25. ഇവിടെ നമുക്ക് ഒരു ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന കൺവേർഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന നമ്പേഴ്സിന്റെ വെയിറ്റ്സ് നമ്മൾ ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാവും. ഇവിടെ നമുക്കറിയാം 0.01 പറഞ്ഞിരിക്കുന്നതിൽ 0 എന്ന് പറയുന്ന പൊസിഷന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 0.5 ആണ്. ദെൻ 1 എന്ന് പറയുന്നതിൻ്റെ 0.25 ആണ്. ഇനി റൈറ്റ് സൈഡിലേക്ക് വേറെ നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പൊസിഷൻ വരെയുള്ള പൊസിഷണൽ വെയിറ്റ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈസി ആവും. ദെൻ 0.125 ആണ്. ദെൻ 0.0625 ആണ്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും പൊസിഷണൽ വെയിറ്റ് 1/0 × 2⁻⁻1 + 1 × 2⁻2 എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കേണ്ടി വരില്ല. ഈ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ്സ് ഇതാണെന്ന് കാണാതെ പഠിച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ കഴിയും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എപ്പോഴും 1 മിനിറ്റിൽ താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏറ്റവും ഈസി വേയിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ സിസ്റ്റം ഹാസ് എ ബേസ് ഓഫ് 16? നമുക്കറിയാം 16 ബേസ് വരുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? ഹെക്സാഡെസിമൽ ആണ്. അതുപോലെ അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഒക്ടൽ എന്ന് പറയുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. അതുപോലെ തന്നെ ഡെസിമലിന്റെ ബേസ് 10 ആയിരിക്കും. ബൈനറിയുടെ ബേസ് 2 ആയിരിക്കും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് പറയുന്നത് ഡെസിമൽ ഇക്വലന്റ് ഓഫ് ഒരു ബൈനറി നമ്പർ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഡെസിമൽ ഇക്വലന്റ് ഏതൊരു നമ്പറിനെയും ഡെസിമൽ ഇക്വലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പൊസിഷണൽ വെയിറ്റ് മെത്തേഡ് ആയിരിക്കും. ഓരോ പൊസിഷന്റെയും വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലും നമ്പേഴ്സ് ഉണ്ട്, റൈറ്റ് സൈഡിലും നമ്പേഴ്സ് ഉണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലെ നമ്പേഴ്സിന്റെ പൊസിഷണൽ വെയിറ്റ് നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പം ഏതൊക്കെയാണ് പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത്? 1 + 2 + 4 + 8 + 16 + 32 + 64 + 128 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതി കൊടുക്കാം. ഇതിന്റെ അണ്ടറിൽ തന്നെ നമ്മൾ എഴുതാം. ഈ പൊസിഷണൽ വെയിറ്റിന്റെ അണ്ടറിൽ വരുന്നത് 1 ആണ്. ദെൻ 1 0 0 1 1. അപ്പൊ 0 വരുന്ന പൊസിഷനിലുള്ള വെയിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എടുക്കുമ്പോൾ 32 + 16 + 2 +
1 എന്നാണ് ആൻസർ വരിക. ഇവിടെ 51 ആണ് ആൻസർ വരിക. ശരിക്കും ഓപ്ഷനിൽ ഈ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. ഇതിന്റെ ആൻസർ 51 ആണ് വരിക. ഇനി നമുക്ക് നോക്കേണ്ടത് പോയിന്റിന് ശേഷമുള്ള 110 ഇതിന്റെ പൊസിഷണൽ വെയിറ്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ പോയിന്റിന് ശേഷം വരുന്ന പൊസിഷണൽ വെയിറ്റ്സ് എന്തൊക്കെയായിരിക്കും? 0.5, 0.25, then 0.125, then 0.0625. ഇത്രയായിരിക്കും. അപ്പം നമ്മൾ 4 പൊസിഷന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 ഉള്ളൂ, അതുകൊണ്ട് തന്നെ 110 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ്സ് ആണ് ഈ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ 1 വരുന്ന പോർഷൻ്റെ എടുക്കുക. 0.5 പ്ലസ് 0.25 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 0.75 കിട്ടും. ഇവിടെ ആൻസർ വരുന്നത് 51 പ്ലസ് 0.75, then 51.75 ആണ് ആൻസർ. ഇത് ഓപ്ഷൻസിൽ ഇല്ല, പക്ഷേ ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ഇതിന്റെ ആൻസർ കറക്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രേ കോഡ് റെപ്രസെന്റേഷൻ ഓഫ് 15 എന്നുള്ളതാണ്. ഇവിടെ 15 എന്ന് പറയുന്നത് ഒരു ബൈനറി നമ്പർ ആണ്. അപ്പോൾ ഇതിന്റെ നമ്മൾ ആദ്യം BCDയിലേക്ക് കൺവേർട്ട് ചെയ്യണം. BCD ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. BCD എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ബിറ്റ് ബൈനറി നമ്പർ ആണ്. 4 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8421 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൺവേർഷൻ നടത്താൻ പറ്റും. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 15 വരണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 15 വരണമെങ്കിൽ 1111 ആയിരിക്കും 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD. ദെൻ ഇതിനെ നമ്മൾ ഈ BCD കോഡിനെ ഗ്രേ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറി ടു ഗ്രേ കൺവേർഷൻ ആണ് ഇവിടെ നടത്തേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1111 എന്ന് പറയുന്ന ബൈനറി നമ്പറിനെ ഗ്രേ ആക്കി കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് നമ്പറായ 1 എടുക്കുക. ദെൻ 1 + 1 0, 1 + 1 0, 1 + 1 0. അപ്പൊ നമുക്കറിയാം ബൈനറി ടു ഗ്രേ കൺവേർഷൻ ഇങ്ങനെയാണ് നടത്തുക. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ B ആയിട്ടുള്ള 1000 ആണ് വരുന്നത്. ഇനി നമുക്ക് ഗ്രേ ടു ബൈനറി കൺവേർഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്നും കൂടി ഇവിടെ ഒന്ന് പറയാം. ഗ്രേ ടു ബൈനറി ഈ സെയിം നമ്പേഴ്സ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വന്ന 1000 എന്ന് പറയുന്നത് ഗ്രേ കോഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ബൈനറി 1 എടുക്കുക. ദെൻ ഈ ആൻസർ ആയിട്ട് വന്നിട്ടുള്ള 1നെ 0 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ദെൻ പിന്നെയും റിസൾട്ട് പ്ലസ് നെക്സ്റ്റ് നമ്പർ 1 കിട്ടും. റിസൾട്ട് പ്ലസ് നെക്സ്റ്റ് നമ്പർ 1 + 0 1 കിട്ടും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1000 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് 111 ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പർ ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ കേരള PSC ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിൽ വിവിധ പരീക്ഷകളിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ നമ്പർ സിസ്റ്റംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തുടർന്ന് നമ്മൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. കോമൺ ആയി വരുന്ന വിഷയങ്ങളിലെ PYQs നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളൊന്ന് കുറച്ചൊന്ന് കെയർ ചെയ്യണേ. ഫ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി ഫർദർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിന്റെ തിയറി പാർട്ടും നമ്മൾ ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. Signing off, your study partner. Click, stay focused on what really matters.